എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓൺ പേജ് നമ്പർ 147. ഓക്കെ, സസ്യങ്ങളുടെ വർഗീകരണം അല്ലെങ്കിൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ആ ഭാഗത്തിനകത്ത് 147-ാമത്തെ പേജിൽ മൂന്നാമതായിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ടെറിഡോഫൈറ്റ എന്ന് പറയുന്ന സസ്യജാലങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ടെറിഡോഫൈറ്റയെക്കുറിച്ചാണ് പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, ഏതൊക്കെയാണത് ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത്? ടെറിഡോഫൈറ്റ ഈസ് മെയിൻലി ടെറിസ്റ്റേറിയൽ പ്ലാന്റ്സ്. അതായത് ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത് ഒരു ടെറിസ്റ്റേറിയൽ പ്ലാന്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അവ ഒരു കരയിൽ വളരുന്ന സസ്യങ്ങളെയാണ് ടെറിഡോഫൈറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ടെറിഡോഫൈറ്റാസ് ഒരിക്കലും ജലത്തിൽ വളരുകയില്ല. ഇതിന് മുമ്പ് പഠിച്ച രണ്ടെണ്ണം ഉണ്ട്. ബ്രയോഫൈറ്റയും ആൽഗയും എവിടെയാണ്? ജലത്തിലാണ് വളരുന്നത്. പക്ഷേ ടെറിഡോഫൈറ്റ എപ്പോഴും വളരുന്നത് എവിടെയാണ്? കരയിലാണ് വളരുന്നത്. ഓക്കെ, അടുത്തതായിട്ട് 233 ടെറിഡോഫൈറ്റ ടെറിസ്റ്റേറിയൽ പ്ലാന്റ്സ് ആർ ദോസ് പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഓൺ ലാൻഡ്. അതായത് നിങ്ങൾക്ക് ടെറിഡോഫൈറ്റ ടെറിസ്റ്റേറിയൽ പ്ലാന്റ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം വന്നു. അത് കാരണം കൊണ്ടാണ് പറയുന്നത് ടെറിസ്റ്റേറിയൽ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണ്? ടെറിസ്റ്ററിയൽ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കരയിൽ വളരുന്ന ജീവജാലങ്ങളാണ്. ഇനി 234-ാമത്തെ കാര്യം, ടെറിഡോഫൈറ്റ പ്ലാന്റ്സ് ഹാസ് റൂട്ട്, സ്റ്റേം ആൻഡ് ലീവ്സ്. അതായത് ടെറിഡോഫൈറ്റയിൽ എന്ന് പറയുന്ന പ്ലാന്റുകൾക്കും എന്തെല്ലാം ഉണ്ട്? റൂട്ട്സ് ഉണ്ട്, വേരുകളുണ്ട്, സ്റ്റേം ഉണ്ട്, തണ്ടുകളുണ്ട്, ലീഫുകളുണ്ട്. ഇനി 235-ാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുന്നത്, റീപ്രൊഡക്ഷൻ ഈസ് ഡൺ മെയിൻലി ത്രൂ സ്പോർസ് ആൻഡ് ടെറിഡോഫൈറ്റ പ്ലാന്റ്സ് ഇൻ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ്. അതായത് ടെറിഡോഫൈറ്റ പ്ലാന്റുകളിൽ എങ്ങനെയാണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യുൽപാദനം പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ്? സ്പോറുകളിലൂടെയാണ് നടക്കുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് സ്പോറുകൾ എന്നുള്ളത് പ്രീവിയസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഇനി 236-ാമത്തെ ചോദ്യം, വാസ്കുലർ ടിഷ്യൂസ് വിത്ത് സിമ്പിൾ സ്ട്രക്ചേഴ്സ് ആർ സീൻ ഇൻ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ്. അതായത് ടെറിഡോഫൈറ്റയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വാസ്കുലർ ടിഷ്യൂസിനെ കാണുവാനായിട്ട് സാധിക്കും. ഈസ് ദർ വാസ്കുലർ ടിഷ്യൂസ് ഇൻ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ യെസ് ദർ ആർ വാസ്കുലർ ടിഷ്യൂസ് ഇൻ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ് എന്ന് പറയാവുന്നതാണ്. ലാക്കോപോഡിയം ആൻഡ് പേരിസ് ആർ എക്സാമ്പിൾസ് ഫോർ ടെറിഡോഫൈറ്റ പ്ലാന്റ്സ്. ഇനി നമ്മളോട് ചോദിക്കുകയാണ് ഏതെല്ലാമാണ് ടെറിഡോഫൈറ്റ പ്ലാന്റിന് ഉദാഹരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുക ലാക്കോപോഡിയവും അതുപോലെ തന്നെ ടെറീസുമാണ് എന്തിനു വേണ്ടി? ടെറിഡോഫൈറ്റ പ്ലാന്റുകൾക്ക് ഉദാഹരണമായിട്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് 147-ാമത്തെ പേജിൽ തന്നെയുള്ള എന്താണ് 4-ാമതായിട്ട് തന്നിരിക്കുന്ന ജിംനോസ്പേസ് എന്ന് പറയുന്ന സസ്യവർഗത്തെക്കുറിച്ചാണ്, അല്ലെങ്കിൽ സ്പീഷീസിനെ കുറിച്ചാണ്. ദ ജിംനോസ്പേഷ്യൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് വുഡി പെരേനിയൽ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്. അതായത് വാട്ട് ഈസ് ജിംനോസ്പേഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക ജിംനോസ്പേഷ്യൻസ് ആർ എ ഗ്രൂപ്പ് ഓഫ് വുഡി, അതായത് വുഡുള്ള അല്ലെങ്കിൽ തടിയുള്ള പെരേനിയൽ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്. അതായത് തുടർച്ചയായിട്ട് വിത്തുകളെ ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ് ആണ്. ഓക്കെ, ഇനി 231-ാമത്തെ ചോദ്യം, ദ ടിപ്പിക്കാലിറ്റി ഓഫ് ദ ജിംനോസ്പേം പ്ലാന്റ്സ് ലാക്ക് ദ പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിങ്. അതായത് ദിസ് സറൗണ്ട്സ് ദ സീഡ്സ് ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് ഈ ജിംനോസ്പേരിയം പ്ലാന്റുകളുടെ അല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഈ ജിംനോസ്പേസ് പ്ലാന്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ ചെടികളുടെ വിത്തുകൾക്ക് പുറത്ത് ഉള്ള ഒരു പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിങ് ഉണ്ടാവും. പ്രത്യേകിച്ചും പൂക്കളിലൂടെ പഴങ്ങൾ ഉണ്ടാകുന്ന ചെടികൾക്ക് അങ്ങനെയുള്ള ഒരു സംഗതി എന്താണ്? ജിംനോസ്പേസ് പ്ലാന്റിലെ വിത്തുകൾക്ക് ഉണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇനി 240-ാമത്തെ ചോദ്യം, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ് ആർ കോൺസ്. അതായത് വാട്ട് ഈസ് അല്ലെങ്കിൽ വിച്ച് ഈസ് ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദ ജിംനോസ്പേം പ്ലാന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതുക റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദ ജിംനോസ്പേം പ്ലാന്റ്സ് ആർ കോൺസ്. അതായത് കോൺസ് ആണ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്തിൻ്റെ? ജിംനോസ്പേം പ്ലാന്റ്സിൻ്റെ. അതായത് ഇനി 241-ാമത്തെ ചോദ്യം, എ കോൺ റെഫേഴ്സ് ടു എ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ സർട്ടൻ പ്ലാന്റ്. വാട്ട് ഈസ് എ കോൺ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക എ കോൺ റെഫേഴ്സ് ടു ദ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഫൗണ്ട് ഇൻ സർട്ടൻ പ്ലാന്റ്സ്. അതായത് കോൺ എന്ന് പറയുന്നത് ചില ചെടികളിലെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്ന പേരാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് 242-ാമത്തെ ചോദ്യം, ദ സീഡ്സ് ഓഫ് ജിംനേഷ്യം പ്ലാന്റ്സ് ആർ നോട്ട് എംബേർഡഡ് വിത്ത് ഫ്രൂട്ട്സ്. അതായത് ഈ വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ ഫ്രൂട്ട്സ് സീഡ്സ് ഓഫ് ദ ജിംനോസ്പേം പ്ലാന്റ്സ് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയുക ദ സീഡ്സ് ഓഫ് ദ ജിംനോസ്പേം പ്ലാന്റ്സ് ആർ നോട്ട് എംബേർഡഡ് വിത്ത് ഫ്രൂട്ട്സ്. അതായത് ഫ്രൂട്ട് കൊണ്ട് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങൾ കൊണ്ട് പഴം കൊണ്ട് ഈ ഫ്രൂട്ടിനെ അല്ലെങ്കിൽ വിത്തിനെ എന്ത് ചെയ്യുന്നു? കവർ ചെയ്യപ്പെട്ടിട്ടുള്ള ഏതിൽ? ജിംനോസ്പേം പ്ലാന്റുകളുടെ വിത്തുകൾക്ക്. ഓക്കെ, നിങ്ങളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, ഈ ജിംനോസ്പേം പ്ലാന്റുകളുടെ വിത്തുകൾ എന്ന് പറയുന്നത് നമ്മൾ ഈ പഴം ഇല്ല എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം ഇപ്പോൾ ആപ്പിൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഓറഞ്ച് എടുത്തു കഴിഞ്ഞാലും ഇതിൻ്റെ എല്ലാം വിത്തിന് ചുറ്റും ഒരു പഴം ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു പഴവർഗ്ഗം അല്ലെങ്കിൽ തിന്നാൻ കൊള്ളാവുന്ന ഭാഗമായിട്ട് ഇതിൻ്റെ വിത്തിന് ചുറ്റും ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി 242-ാമത്തെ ചോദ്യം, കോംപ്ലക്സ് വാസ്കുലർ ടിഷ്യൂസ് ആർ
സീൻ ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ്. അതായത് ജിംനോസ്പേം പ്ലാന്റിൽ എന്തെല്ലാമാണ് വസ്കുലർ ടിഷ്യൂസ്, കോംപ്ലക്സ് ആയിട്ടുള്ള വസ്കുലർ ടിഷ്യൂസ്. വസ്കുലർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ ജലവും ലവണങ്ങളും ന്യൂട്രിയൻസും ശരീരത്തിന് മൊത്തം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം, ദിസ് സിസ്റ്റം ഈസ് പ്രസൻറ്റ് ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ്. അതായത് ജിംനോസ്പേം പ്ലാന്റ് ഹാസ് എന്താണ് കോംപ്ലക്സ് വസ്കുലർ സിസ്റ്റം. ഇനി 243 ചോദ്യം, സൈലം വെസൽസ് ആർ ആബ്സെൻറ്റ് ഇൻ ജിംനോസ്പേം പ്ലാന്റ്. അതായത് സൈലം വെസൽസ് എന്ന് പറയുന്ന സൈലം വെസലുകളൊന്നും എന്താണ് ജിംനോസ്പേം പ്ലാന്റുകളിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമുക്കൊരു ചോദ്യം വന്നു കഴിഞ്ഞു, എന്താണ് ഈ സൈലം വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ സൈലം ഈസ് എ ടിഷ്യൂ ദാറ്റ് ട്രാൻസ്ഫേർസ് വാട്ടർ ത്രൂ ഔട്ട് ദ പ്ലാന്റ്സ് ബോഡി. അതായത് സൈലം എന്ന് പറയുന്നത് ഒരു പ്ലാന്റിൻ്റെ ശരീരം മുഴുവനും ജലം കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ഒരു ടിഷ്യൂകളാണ്. അപ്പോൾ ആ ടിഷ്യൂകൾ ഇതിലില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി 245 ചോദ്യം, ജിംനോസ്പേംസ് ആർ എ ഗ്രൂപ്പ് ഓഫ് വുഡി പെരേനിയൽ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ്സ്. അതായത് വാട്ട് ഈസ് ജിംനോസ്പേം പ്ലാന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക. ഇത് ഓൾറെഡി നമ്മളൊന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ജിംനോസ്പേം പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സീഡ് പ്രൊഡ്യൂസിങ്, പെരേനിയൽ സീഡ് പ്രൊഡ്യൂസിങ് പ്ലാന്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം കേട്ടോ. ഓക്കെ, ഇനി ജിംനോസ്പേംസ് ആർ ടിപ്പിക്കലി ലാക്കിംഗ് ദ പ്രൊട്ടക്റ്റീവ് ഔട്ടർ കവറിംഗ് വിത്ത് സറൗണ്ട്സ് ദ സീഡ്സ് ഇൻ ഫ്ലോറിംഗ് പ്ലാന്റ്സ്. ഇതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ജിംനോസ്പേം പ്ലാന്റ് എന്താണ്? അത് ടിപ്പിക്കലി അതിന് ഉണ്ടായിരിക്കില്ല. എന്തുണ്ടായിരിക്കില്ല എന്നാണ് പറയുന്നത്? ആ ഒരു സീഡിന് കവറിങ്, അതായത് കഴിക്കാൻ കൊള്ളാവുന്ന പഴങ്ങളായിട്ടുള്ള ആ ഭാഗം സീഡ് കവറിങ് ഇതിന് ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, ഈ രണ്ട് പ്രത്യേകതകളും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇനി 247 ചോദ്യത്തിലേക്ക് പോവാണ്. റിപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഓഫ് ജിംനോസ്പേം പ്ലാന്റ്സ് ആർ കോൺസ്. അതായത് ജിംനോസ്പേം പ്ലാന്റിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് കോൺസ് ആണെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഇനി കോംപ്ലക്സ് വസ്കുലർ ടിഷ്യൂസ് ആർ സീൻ ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ്. അതായത് ജിംനോസ്പേം പ്ലാന്റിൽ എന്തുണ്ട്? കോംപ്ലക്സ് ആയിട്ടുള്ള വസ്കുലർ ടിഷ്യൂസ് ഉണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾ മറന്നു പോകാതിരിക്കുക. സൈലം വെസൽസ് ആർ ആബ്സെന്റ് ഇൻ ജിംനോസ്പേം പ്ലാന്റ്സ്. അതായത് സൈലം വെസലുകളും ജിംനോസ്പേം പ്ലാന്റുകളിൽ ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടാണ്. ജിംനോസ്പേം പ്ലാന്റിനെ കുറിച്ച് ഒരു ഷോർട്ട് ആൻസർ എഴുതാൻ പറഞ്ഞാലും നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത കാറ്റഗറി ഓഫ് പ്ലാന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ പ്ലാന്റിൻ്റെ പേര് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻജിയോസ്പേസ് പ്ലാന്റ്സുകളാണ്. ആൻജിയോസ്പേസ് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻജിയോസ്പേംസ് ആർ പ്ലാന്റ്സ്, ദോസ് പ്ലാന്റ്സ് ദാറ്റ് പ്രൊഡ്യൂസ് ഫ്ലവേഴ്സ് ആൻഡ് ബെയർ ദെയർ സീഡ്സ് ഇൻ ഫ്രൂട്ട്സ്. അതായത് ആൻജിയോസ്പേം പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ അവ പൂക്കളെ ഉൽപ്പാദിപ്പിക്കുകയും അതുപോലെ തന്നെ അവ എന്ത് ചെയ്യുന്നു? പൂക്കൾ ഉണ്ടാവുകയും അതുപോലെ തന്നെ അവയുടെ വിത്തുകൾക്ക് ചുറ്റും ഒരു ആവരണം പോലെ എന്തുണ്ടായിരിക്കുകയും ചെയ്യും? ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കുകയും ചെയ്യുന്നതാണ്. ഇനി 251 ചോദ്യം, റിപ്രൊഡക്റ്റീവ് പാർട്സ് ആർ പ്രസൻറ്റ് ഇൻ ദ ഫ്ലവേഴ്സ് ഓഫ് ദ ആൻജിയോസ്പേം പ്ലാന്റ്സ്. ആൻജിയോസ്പേം പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യുൽപാദനത്തിന് ആവശ്യമായിരിക്കുന്ന അവയവങ്ങളെല്ലാം ആൻജിയോസ്പേം പ്ലാന്റിൻ്റെ എവിടെ ഉണ്ടായിരിക്കും? പ്രസൻറ്റ് ഇൻ ദ ഫ്ലവേഴ്സ്, അതിൻ്റെ പൂക്കളിൽ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. ഇനി 252 ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്, ആൻജിയോസ്പേം പ്രൈമർലി റീപ്രൊഡ്യൂസ് സെക്സ്വലി ത്രൂ പ്രൊഡക്ഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് പോളൻ ആൻഡ് എഗ് സെൽസ് ഇൻ ദ ഓവറി. അതായത് നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഈ ആൻജിയോസ്പേം എങ്ങനെയാണ് പ്രൈമർലി മുഖ്യമായിട്ടും റീപ്രൊഡ്യൂസ്, അതായത് പ്രത്യുൽപാദനം നടത്തുന്നത് എങ്ങനെയാണ്? സെക്സ്വലി ആണ്, അതായത് ലൈംഗികമായിട്ടാണ്. ത്രൂ ദ പ്രൊഡക്ഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ ഓഫ് പോളൻ, അതായത് പോളനെ ഉൽപ്പാദിപ്പിക്കുകയും അതിനെ ഫെർട്ടിലൈസേഷൻ ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ പോളൻ ആൻഡ് എഗ്ഗും പോളനും കൂടി ഫെർട്ടിലൈസ് ചെയ്താണ് ആൻജിയോസ്പേം പ്ലാന്റുകൾ എന്ത് ചെയ്യുന്നത്? പ്രത്യുൽപാദനം നടത്തുന്നത്. ഇനി 253 ചോദ്യം, ഫ്രൂട്ട്സ് ഓഫ് ദ ആൻജിയോസ്പേം പ്ലാന്റ്സ് ആർ സീൻ കവറിംഗ് ദ സീഡ്സ്. അതായത് എന്താണ് പറയുന്നത്? ഫ്രൂട്ട്സ്, അതായത് കഴിക്കുവാൻ പറ്റുന്ന ഭാഗങ്ങൾ എന്താണ്? ആൻജിയോസ്പേം പ്ലാന്റിനെ കവർ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. എൻ്റെ ആൻജിയോസ്പേം പ്ലാന്റിൻ്റെ വിത്തുകളെ കവർ ചെയ്തിരിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. ഇനി 254 ചോദ്യം, കോംപ്ലക്സ് വസ്കുലർ സൈലം ടിഷ്യൂസ് ആർ സീൻ ഇൻ ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതായത് കോംപ്ലക്സ്, അതായത് വളരെ എങ്ങനെയുള്ളതാണ്? സങ്കീർണമായിട്ടുള്ള വസ്കുലർ ടിഷ്യൂസ് ആൻജിയോസ്പേം പ്ലാന്റിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇനി 255 ചോദ്യമായിട്ട് തന്നിരിക്കുന്നത്, ട്രെച്ചഡാസ് ആർ പ്രസൻറ്റ് ഇൻ ദ ആൻജിയോസ്പേം പ്ലാന്റ്സ്. അതായത് ട്രെച്ചഡാസ് എവിടെയാണ്? ആൻജിയോസ്പേം പ്ലാന്റുകളിൽ കാണപ്പെടുന്നുണ്ട്. ഓക്കെ, ട്രെച്ചിഡ്സ് ആർ എലോങ്കേറ്റഡ് സെൽസ് ദാറ്റ് ട്രാൻസ്പോർട്ട് വാട്ടർ, മിനറൽസ് ആൻഡ് സോൾട്ട് ത്രൂ ദ സൈലം ഓഫ് ദ വസ്കുലർ പ്ലാന്റ്. അതായത് ഈ ട്രെച്ചിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ട്രെച്ചിഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളമുള്ള സെല്ലുകളുടെ ഒരു കൂട്ടമാണ്. അവ എന്താണ് ചെയ്യുന്നത്? വാട്ടറും മിനറൽസും സോൾട്ടും സൈലത്തിലൂടെ കൊണ്ടുപോകുവാനായിട്ട് സഹായിക്കുന്നതാണ്. ഇനി 257 ചോദ്യമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? വസ്കുലർ പ്ലാന്റ്സ് ആർ പ്ലാന്റ്സ് ദാറ്റ് ഹാവ് ലിഗ്നിഫൈഡ് ടിഷ്യൂസ് ഫോർ കണ്ടക്ടിങ് വാട്ടർ ആൻഡ് മിനറൽസ് ത്രൂ ഔട്ട് ദ പ്ലാന്റ്സ്. അതായത് വസ്കുലർ പ്ലാന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് വസ്കുലർ പ്ലാന്റ്? വസ്കുലർ പ്ലാന്റ്സ് ആർ പ്ലാന്റ്സ് ദാറ്റ് ഹാവിംഗ് ലിഗ്നിഫൈഡ് ടിഷ്യൂസ് ഫോർ കണ്ടക്ടിങ് വാട്ടർ ആൻഡ് മിനറൽസ് ത്രൂ ഔട്ട് ദ പ്ലാന്റ്. അതായത് വസ്കുലർ പ്ലാന്റിന് എന്താണ് പ്രത്യേകത? അവ ജലവും മിനറൽസും എല്ലാം അതിലൂടെ ഈ ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകുന്ന
പോകുന്നതിന് വേണ്ടിയിട്ടൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സഞ്ചാരമാർഗം ഉള്ളതാണ് എന്നുള്ളതാണ്. ഇനി 288ാമത്തെ ചോദ്യം, എക്സാമ്പിൾ ഫോർ ആഗ്നിയോസ്പേം പ്ലാന്റ്സ് ആർ, അതായത് ആഗ്നിയോസ്പേം പ്ലാന്റിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നത് ഏതെല്ലാമാണ് എന്നുള്ളതാണ്. ആൻജിയോസ്പേസ് പ്ലാന്റിന് ഉദാഹരണം ഏതൊക്കെയാണ്? ചെമ്പരത്തിക്ക് പറയാം, മാവിന് പറയാം, എന്താണ് പറയുന്നത്, ചെമ്പരത്തി, മാവ്, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറയുന്നത്, തെങ്ങ്, കവുങ്ങ്, ഇതിനൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. മാംഗോ ട്രീ, ഇതെല്ലാം എന്തിനാണ്? ആൻജിയോസ്പേം പ്ലാന്റിന് ഉദാഹരണമാണ്. ഹിബസ്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി, മാംഗോ ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവ്, അതുപോലെ കോക്കനട്ട്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ ആൻജിയോസ്പേം പ്ലാന്റിന് ഉദാഹരണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. എനിക്ക് തോന്നുന്നു ഈ ഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്. നൗ വി വിൽ ഗോ ടു ദ നെക്സ്റ്റ് പാർട്ട്.